ന്യൂസ് റൂം ലൈവ് തുടരുന്നു. കാണാതായ CI നവാസ് സമീപ ജില്ലകളിൽ തന്നെയുണ്ടെന്ന് വിവരം ലഭിച്ചതായി കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പൂങ്കുഴലി. 4 ജില്ലകളിലായി പോലീസ് തെരച്ചിൽ തുടരുകയാണെന്നും DCP പറഞ്ഞു. CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പോയിന്റ് നമുക്ക് ലീഡ് കിട്ടുകയാണ്. സോ വി ആർ വെരി നിയർ ടു ഹിം. എത്രയും വേഗം നമ്മൾ കണ്ടെത്തിയവർ. ഈ ഒരു സംഭവത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ, വീഴ്ച എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എൻക്വയറിയിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞു, ഇറ്റ്സ് കംപ്ലീറ്റ് എൻക്വയറി, ഇറ്റ്സ് ഹാപ്പനിങ്. പാരലായിട്ട് എൻക്വയറി നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ടു ഫൈൻഡ് ദ CI, അതും പാരലായിട്ട് രണ്ടും നടക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ടീം എങ്ങനെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, അതായത് കേരളത്തിൽ മാത്രമാണോ പുറത്തൊക്കെ അന്വേഷിക്കുന്നത്? അല്ല, പുള്ളി മിക്കവാറും കേരളത്തിലാണെന്നാണ് സൂചന കിട്ടിയിട്ടുള്ളത്. സോ ഈ സംവെയർ നിയർ ദ ഡിസ്ട്രിക്റ്റ്. സോ നമ്മൾ പ്രത്യേകമായിട്ട് 4 അന്വേഷണ സംഘം 4 ടീമായിട്ട് പിരിഞ്ഞിട്ട് ഓരോരോ ജില്ലയിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഉണ്ടെന്ന് ഏകദേശം ഒരു ധാരണയിലെത്തിയിട്ടുണ്ടോ? നിയർ ബൈ എറണാകുളത്ത് ഉണ്ട്. എറണാകുളത്തിന് ബോർഡർ ഡിസ്ട്രിക്ട്സ് ആയിരിക്കും. സോ 4 ഡിസ്ട്രിക്റ്റിലും 4 അന്വേഷണ സംഘം പോയിട്ടുണ്ട്. ഒരു CCTV ദൃശ്യം കിട്ടിയെന്ന് പറയുന്നു, തിരുവനന്തപുരത്തേക്ക് പോയി ഒരു അല്ല, അത് CCTV ദൃശ്യം കിട്ടിയിരിക്കുന്നത് നമുക്ക് കായംകുളത്താണ്. സോ അതും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അവർ തിരുവനന്തപുരത്തേക്ക് പോയെന്ന് പറയുന്നത് ശരിയാണോ? ഇൻവെസ്റ്റിഗേറ്റിംഗ്. നമുക്ക് ഈ ബോർഡർ ഡിസ്ട്രിക്ട്സ് ആണ്, ഇവിടെയൊക്കെ ബോർഡർ ഡിസ്ട്രിക്ട്സും ഇവിടെയുള്ള ട്രിവാൻഡ്രം, ആലപ്പി, ട്രിവാൻഡ്രം റൂറൽ, അതുമാത്രമല്ല മലപ്പുറം, ഈ ഏരിയയിലൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വ്യാപകമായ തിരച്ചിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു പോലീസ്. പക്ഷേ കൃത്യമായ വിവരം ഉണ്ടാകുന്നില്ല. ഇതിനിടയിൽ എറണാകുളത്തെ തന്നെ പോലീസ് തലപ്പത്തുള്ള ഉന്നതനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചില അഭ്യൂഹങ്ങളും വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നു. എന്തൊക്കെ വിശദാംശങ്ങളാണ് ലഭ്യമാകുന്നത് ഇപ്പോൾ? CIയുടെ തിരോധാനം സംബന്ധിച്ച് വ്യാപകമായ അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് എറണാകുളത്തിന് ചുറ്റുമുള്ള 4 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം ഭാഗത്തുള്ള ചില ജില്ലകൾ, ഈ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ CIയെ സംബന്ധിച്ച് വ്യക്തമായ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കായംകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായി പോലീസ് എടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് തൊട്ട് മുന്നിലുള്ള ഏതെങ്കിലും ഒരു ജില്ലകളിലായിരിക്കും അദ്ദേഹം ഉള്ളത് എന്നുള്ള ഒരു സൂചനയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വ്യാപകമായ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിൻ്റെ തലപ്പത്ത് കാര്യമായ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന സ്ഥിതിക്ക് ഇതിൽ കാര്യമായ ഒരു അന്വേഷണം നടക്കണം എന്ന് മുഖ്യമന്ത്രിയുടെ തലത്തിൽ നിന്ന് തന്നെ നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റൊരു വിവരമുള്ളത്, പോലീസിൻ്റെ തലപ്പത്തുള്ള ചിലരുമായി ഇദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇദ്ദേഹവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വളരെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുകയും വളരെ സത്യസന്ധമായി കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവാസ്. മാത്രമല്ല, അദ്ദേഹം കൈക്കൂലിക്ക് വഴിപ്പെടാനും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ കരടായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം തന്നെ ACP എറണാകുളം ACP സുരേഷ് അദ്ദേഹത്തെ വിളിച്ച് വളരെയധികം ശാസിക്കുകയും അവസാനം അത് മോശമായ അസഭ്യമായ വാക്കുകളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇത് മറ്റ് ഉദ്യോഗസ്ഥർ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസിലെ യഥാർത്ഥത്തിൽ CIയെ നേരിട്ട് വിളിക്കാനുള്ള സംവിധാനം പോലീസിലുണ്ട്. വയർലെസ്സിലൂടെ തന്നെ നേരിട്ട് ACPക്ക് CIയെ വിളിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ കേൾക്കത്തക്ക രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനം സഹിയിട്ട് CIയും തിരിച്ച് അദ്ദേഹത്തോട് വളരെ മോശമായി സംസാരിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് അദ്ദേഹം തൻ്റെ വയർലെസ് സെറ്റ് അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസിൽ തിരികെ ഏൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് മന്ത്രിതലത്തിൽ തന്നെ ചില ഇടപെടലുകൾ ഇദ്ദേഹം അന്വേഷിച്ച കേസ് സംബന്ധിച്ചുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഒരു സ്വർണ്ണ കട ഉടമ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവിൽ നിന്ന് കുറച്ച് രൂപ കടം വാങ്ങിയിരുന്നു. 20 ലക്ഷം രൂപയോളം കടം വാങ്ങിയിരുന്നു. ഈ കടം തിരിച്ച് വാങ്ങുന്നതിന് മുമ്പ് തന്നെ കടം കൊടുത്തയാൾ മരിച്ചു. എന്നാൽ മറ്റാൾ കടം ബന്ധുക്കൾക്ക് തിരികെ കൊടുക്കാൻ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കെ IG
IG-യുടെ ഉത്തരവ് പ്രകാരം ഈ കടം മേടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൻ്റെ അന്വേഷണ ചുമതല ഈ CI നവാസിനായിരുന്നു. അദ്ദേഹം ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം മന്ത്രിതലത്തിൽ തന്നെ ഇയാളെ വിട്ടയക്കണം എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകൾ നടന്നു. കോടതിയിൽ കേസെത്തുമ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ജാമ്യം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എന്നും മന്ത്രിതലത്തിൽ സമ്മർദ്ദമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഉന്നതർ അടങ്ങുന്ന ഒരു വലിയ സംഘത്തിൻ്റെ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് പോലീസിൽ ഇദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം കഴിഞ്ഞുകൂടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമാണ് ഇദ്ദേഹം വയർലെസ് സെറ്റ് അടക്കം തിരികെ ഏൽപ്പിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ പരാതി നൽകാൻ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തയ്യാറാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ അവർ നൽകിയ പരാതിയിൽ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. തൻ്റെ ഭർത്താവിനെ വീണ്ടെടുക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന മാത്രമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, ജോലി സംബന്ധമായ ചില സമ്മർദ്ദങ്ങൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്നു. അത് തന്നോട് പങ്കിട്ടിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഫലം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തിരോധാനം എന്നൊരു സൂചന ഇന്നലത്തെ പരാതിയിൽ നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകും എന്നൊരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമ്മൾ രാവിലെ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കാണാം എന്നൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കേസന്വേഷണത്തിലെ ചുമതലയുള്ളത് എറണാകുളം DCP പൂങ്കുഴലിക്കാണ്. അവർ അല്പം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ CA സംബന്ധിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ അദ്ദേഹമുണ്ട് എന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യാപകമായ ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അദ്ദേഹത്തെ കണ്ടെത്താൻ. അതായത് ശ്രീനാഥ് പറയുന്നത് പോലെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിനെ അടക്കം പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ രീതിയിൽ പോലീസിലെ ഉന്നതരുടെ പേര് നൽകി തന്നെ ഭാര്യ പരാതി നൽകുകയാണെങ്കിൽ അപ്പോഴും കേരളത്തിൽ തന്നെ ഉണ്ട് CI എന്ന് തന്നെയാണോ പോലീസിന്റെ ഭാഷ്യം? മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിശദാംശങ്ങളും ഇതെല്ലാം പോലീസിന്റെ ഭാഷ്യം തന്നെയാണോ? പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലയിൽ നിൽക്കുന്ന ഒരു കേസായി മാറുന്ന ഒരു രീതിയല്ല കാണുന്നത്. ഉന്നത തലത്തിൽ തന്നെ ഇക്കാര്യത്തിൽ പല സമ്മർദ്ദങ്ങളും ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം നേരത്തെ 20 ലക്ഷം രൂപ ഒരാൾ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ അതിൽ മന്ത്രിതലത്തിൽ തന്നെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേപോലെ തന്നെ മറ്റ് ചില ഇടപെടലുകളിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വളരെ ശക്തമായ ഇടപെടലുകൾ ഇദ്ദേഹം അന്വേഷിച്ച കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേസന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല നവാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം ACP ഈ വയർലെസ് സെറ്റിലൂടെ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അദ്ദേഹത്തോട് അസഭ്യം പറയുകയും ഒക്കെ ചെയ്തത്. ഏറ്റവും അവസാനം അതിൻ്റെ ഒരു ഫലമായിട്ടാണ് അദ്ദേഹം ഈ വയർലെസ് സെറ്റ് അടക്കമുള്ളത് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വീട്ടുകാരുടെ പരാതിയിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരടക്കം സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിൽ വലിയൊരു കോളിളക്കത്തിന് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ നിരവധി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കഴിയുന്ന നിരവധി ഉദ്യോഗസ്ഥർ പോലീസ് സേനയിൽ ഇപ്പോഴുമുണ്ട്. അതൊക്കെ തന്നെ വെളിയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആഭ്യന്തര വകുപ്പിനെ കൂടെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന സൂചന. ശ്രീനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. കാണാതായ CI നവാസിന്റെ തിരോധാനം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പോലീസ് ലഭ്യമാക്കുന്നത്. അദ്ദേഹം എറണാകുളത്തിനടുത്തുള്ള ജില്ലകളിൽ തന്നെ ഉണ്ടെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അതേസമയം പോലീസിലെ ഉന്നതരുമായ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ഇടപെടലുകൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൽ ചെലുത്തിയതായുള്ള സൂചനകളും വരുന്നു. ഉന്നതരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് പരാതി നൽകിയേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ തണ്ണീർത്തടം നികത്തി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌൺ നിർമ്മാണം. റവന്യൂ തദ്ദേശ വകുപ്പുകളുടെ അനുമതി ഇല്ലാതെയാണ് തണ്ണീർത്തടം നികത്തി കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. നികത്തലിനും നിർമ്മാണത്തിനും അനുമതി നൽകിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കുട്ടനാട്ടിലെ നെല്ല് സംഭരിക്കാൻ കിലോമീറ്ററുകൾ മാറി തോട്ടപ്പള്ളിയിൽ ഗോഡൌൺ നിർമ്മിക്കുന്നതിന്റെ യുക്തി എന്താണ്? കരഭൂമിയിൽ ഗോഡൌൺ നിർമ്മിച്ചാൽ തണ്ണീർത്തടം നികത്താൻ കരാർ നൽകാനാകില്ല. പഞ്ചായത്ത്, വില്ലേജ്, പ്രാദേശിക നിരീക്ഷണ സമിതി എന്നിവയുടെ അനുമതിയില്ലാതെ തണ്ണീർത്തടം നികത്താൻ കരാറുകാരന്
ശക്തി പകരുന്നത് ആരാണ്? പുറക്കാട് വില്ലേജിൽ തോട്ടപ്പള്ളി ദേശീയപാതക്കരികിലായാണ് 2 ഏക്കർ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി നിർമ്മാണം. FCIക്ക് വേണ്ടി കേന്ദ്ര വെയർഹൌസിംഗ് കോർപ്പറേഷനാണ് ഗോഡൌൺ നിർമ്മിക്കുന്നത്. ഇനി വെയർഹൌസിംഗ് കോർപ്പറേഷൻ പ്രാദേശിക കരാറുകാരന് ടെൻഡർ അനുവദിച്ച് നൽകിയ നിർദ്ദേശം കാണുക. കേന്ദ്ര സംസ്ഥാന സർക്കാർ നിയമങ്ങളും തദ്ദേശ സ്ഥാപന നിയമങ്ങളും പാലിച്ചു മാത്രമേ പ്രവൃത്തികൾ നടത്താവൂ എന്ന്. എന്നാൽ ഒരു അനുമതിയും വാങ്ങിയിട്ടില്ലെന്ന് പുറക്കാട് വില്ലേജ് ഓഫീസർ. അതൊരു തണ്ണീർത്തട സ്വഭാവമുള്ള ഒരു വസ്തുവാണ്. അതിനേക്കാളുപരി നമ്മുടെ BTR പ്രകാരം, ആധികാരിക രേഖ പ്രകാരം അതിനകത്ത് സർക്കാർ തരിശ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. കാഴ്ചയിൽ തണ്ണീർത്തടവുമാണ്. ഈ മാസം 2-ാം തീയതി ഞായറാഴ്ചയാണ് അവിടെ ഈ ഒരു കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. അപ്പോഴത്തേക്കാണ് എൻ്റെ ആ ശ്രദ്ധയിൽ ഇപ്രകാരം ഒരു കാര്യം പെട്ടത്. ഞാനത് ചെന്ന് അന്വേഷിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് റിപ്പോർട്ട് അമ്പലപ്പുഴ അഡീഷണൽ തഹസിൽദാർക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നികത്തലിനെ എതിർത്ത് പ്രാദേശിക നിരീക്ഷണ സമിതി അംഗമായ പുറക്കാട് കൃഷി ഓഫീസറും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് ചെയ്യാനേ പറ്റും. ഇതിനെ ഇങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയക്കാനേ പറ്റും. അങ്ങനെ അയച്ചിട്ടുണ്ട്. നികത്തിയതിന്റെ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചുവെങ്കിലും പെർമിറ്റിനുള്ള അപേക്ഷ പോലും പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല. നമ്മൾ സ്റ്റോപ്പ് ബോംബ് എടുക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ്. രേഖകളില്ല എങ്കിൽ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കും. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി നടത്തുന്ന ഈ നിർമ്മാണത്തിൽ മറുപടി പറയേണ്ടത് ഭൂമിയുടെ ഉടമസ്ഥരായ റവന്യൂ വകുപ്പാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 ആലപ്പുഴ. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ തണ്ണീർത്തടം നികത്താനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകില്ലെന്ന് മന്ത്രി VS സുനിൽകുമാർ. പൊതു ആവശ്യത്തിന് വേണ്ടിയാണ് തണ്ണീർത്തടം നികത്തി ഗോഡൌൺ നിർമ്മിക്കുന്നത്. ഇത് തെറ്റല്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂസ് 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു VS സുനിൽകുമാർ. കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായിട്ട് കൃഷിക്കാരുടെ നെല്ല് സംഭരിക്കാൻ വേണ്ടി സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണത്. അത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്, കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ നേരത്തെ നിലം നികന്നു കിടക്കുന്ന സ്ഥലമാണത്. അവിടെ കാരണം പാടത്ത് തന്നെയാണ് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് സാങ്കേതികമായിട്ട് അത് രേഖയിൽ കിടക്കുന്നത് പിന്നെ നിലവായി കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിനകത്തൊരു സാങ്കേതിക പ്രശ്നമുള്ളത്. പക്ഷേ ഇതൊരു സ്വകാര്യ സംരംഭമോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളോ അല്ല. കുട്ടനാട് പ്രദേശത്തെ കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് നെല്ല് സംഭരിക്കാനുള്ള സ്ഥലങ്ങളില്ല എന്നുള്ളതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ അന്ന് കൊണ്ടുവന്ന കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് നെല്ല് സംഭരിക്കാനുള്ള ഒരു ഗോഡൗൺ അവിടെ വേണമെന്നുള്ള ആവശ്യകത ഉയർന്നു വന്നത്. അന്ന് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ട് അനുവദിച്ചു കൊടുത്ത് ആ പ്രവർത്തനം ഇതുവരെ ഈ കുട്ടനാട് പാക്കേജിൻ്റെ നടക്കാതെ പോയ പ്രവർത്തികളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് പരിഹരിക്കും. അതിനകത്ത് മറ്റെന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്തില്ല. കാരണം അതിനകത്ത് സർക്കാരിൻ്റെ താല്പര്യവും കൃഷിക്കാരുടെ താല്പര്യമാണ് അതിനകത്ത്. കനത്ത മഴയ്ക്ക് താൽക്കാലിക ശമനമായെങ്കിലും കേരള തീരത്ത് ഇന്നും ശക്തമായ കടൽക്ഷോഭം ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. രാത്രി 11:30 വരെ 3 മുതൽ 3.9 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 35 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കേരള തീരത്തേക്ക് കാറ്റ് വീശിയേക്കും. അതേസമയം കടലാക്രമണം കനത്ത നാശം വിതച്ച കൊച്ചിയിലെ ചെല്ലാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് SS ശരൺ ചേർന്നു. ശരൺ, നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുകയില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ചെല്ലാനത്തെ നാട്ടുകാർ. ഏത് രീതിയിലാണ് കടൽക്ഷോഭം ശക്തമായിരിക്കുന്നത് പ്രദേശത്ത്? തീർച്ചയായിട്ടും അപർണ, ആ നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെ വന്നാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം വർഷങ്ങളായിട്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇവിടെ കടൽഭിത്തി വേണമെന്നുള്ള കാര്യം. എന്നാൽ ഇത്രയും കാലമായിട്ടും ഇവിടെ കടൽഭിത്തി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അധികൃതർ ഏർപ്പെടാത്ത ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുമാണ് അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടവുമായി ഇവിടുത്തെ സമരസമിതി പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു.
അതിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് ഇവിടെ അടിയന്തരമായിട്ട്, അതായത് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ഇവിടെ ജിയോ ബാഗുകൾ സ്ഥാപിക്കുമെന്നുള്ള കാര്യമാണ്. എന്നാൽ ആവശ്യത്തിന് ജിയോ ബാഗുകൾ ഇവിടേക്ക് അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ സബ് കളക്ടർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. സബ് കളക്ടർ ഇപ്പോൾ ഇവിടെ ചെല്ലാനത്ത് സന്ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ 2000-ഓളം ജിയോ ബാഗുകൾ ഇവിടേക്ക് എത്തിക്കാമെന്നുള്ള ഉറപ്പാണ് അധികൃതർ നൽകിയിരുന്നത്. എന്നാൽ അത് പാലിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ 700-ഓളം ജിയോ ബാഗുകൾ മാത്രമാണുള്ളത്. ഈ ജിയോ ബാഗുകളിൽ മണൽ നിറച്ചുകൊണ്ടാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കടലാക്രമണത്തെ ചെറുക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇതിനകം തന്നെ 100-ലധികം വീടുകളാണ് വെള്ളത്തിലായിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ 20ഓളം വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ഭയാശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ചെല്ലാനത്തെ നിവാസികൾ കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പലരും തകർന്ന വീടുകളിൽ തങ്ങുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ജിയോ ബാഗുകൾ ഇവിടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ സബ് കളക്ടർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് ജിയോ ബാഗുകൾ ഇവിടേക്ക് എത്തിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി, എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ആ ഒരു കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ കൊച്ചിയിലും വലിയ തോതിൽ മഴ പെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ യെല്ലോ അലേർട്ടാണ്, എറണാകുളം ജില്ല അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഗ്രീൻ അലേർട്ടായിട്ട് മയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ചെല്ലാനത്ത് രൂക്ഷമായ കടൽക്ഷോഭം തുടരുകയാണ്. ഇവിടുത്തെ നാട്ടുകാർ തന്നെ ചേരുകയാണ്. ചേട്ടാ, ഇപ്പോഴും ഒരു ആശങ്ക നിങ്ങളിലുണ്ടോ? ആശങ്കയുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളെ സബ് കളക്ടർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ട് ഇവിടെ അത്യാവശ്യമായിട്ട് ഉടനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള അപ്പുറത്തിയാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ശരിക്കും കല്ലിരുന്ന് പോയിട്ട് ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം മരണഭീതിയിൽ നിൽക്കുകയാണ്. ഇവിടെ അടിയന്തരമായിട്ട് ഇന്ന് തന്നെ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ഇവിടെ ചാക്ക് വെച്ച് ഇവിടെ സംരക്ഷിച്ച് ജനങ്ങളെ നട്ട് ഇത് പുലിമുട്ട് തന്നെ ഇവിടെ കൊണ്ടുപോകണമെന്നുള്ള ഞങ്ങളേത്. പുലിമുട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പരിസരവാസികൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഈ സാധാ ഈ മണൽച്ചാക്ക് വെച്ച് തറച്ച് അധികൃതരുടെ ഉറപ്പുകളൊക്കെ പാടുവാക്കായിട്ടുണ്ട്. ഇന്നിപ്പോ എന്താ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സന്നദ്ധ സംഘടനയും മറ്റുള്ള ഇതുമുള്ള ഉദ്യോഗസ്ഥർ വന്ന് എല്ലാ വർഷവും വാഗ്ദാനം ചെയ്ത് പോയിട്ടണമെന്നല്ലാണ്ട് ഇവിടെ യാതൊരു നടപടികളും ഇപ്പോഴും ഉണ്ടായിട്ടുമില്ല. ഇപ്പോഴും വന്നത് കളക്ടർ വന്നിട്ട് അവിടെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോകും. എപ്പോഴും ഉണ്ടാകുന്ന ഈ വാഗ്ദാനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വാഗ്ദാനം കേട്ട എല്ലാ വർഷവും പറഞ്ഞു. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ 150 മീറ്റർ നീളത്തിൽ 3 മീറ്റർ ഹൈറ്റിലുണ്ടായ മണ്ണെല്ലാം കോഴി കടലിൽ കളഞ്ഞു. 6 മണിക്കൂർ കൊണ്ട് ജിയോ ട്യൂബ് നിറയുമെന്നുള്ള വ്യവസ്ഥയിൽ ജനങ്ങളെ എല്ലാവരെയും ഇവിടെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇവിടെ പരിസരവാസികളെയും പറഞ്ഞ് നിറച്ചിട്ട് 6 മണിക്കൂർ പോയിട്ട് 6 മാസം കൊണ്ടും ഈ ട്യൂബ് നിറക്കാൻ സാധിച്ചു. കൂടുതൽ ജിയോ ബാഗുകൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. ജിയോ ബാഗുകൾ താൽക്കാലികമായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഈ കടലിൽ സംരക്ഷിക്കണതല്ലാണ്ട് താൽക്കാലികമായിട്ട് വീട് സംരക്ഷിക്കുന്നതല്ലാണ്ട് ഇത് നമുക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇവിടെ നമ്മൾക്ക് പുലിമുട്ട് തന്നെ കടലിലേക്ക് പോയിരിക്കുന്ന ആ രീതിയിൽ പോയിട്ടും മെയിൻ്റനൻസ് വർക്ക് ഇവിടെ കല്ലിൻ്റെ വർക്ക് ചെയ്താലേ ആവശ്യമുള്ളൂ. ഞങ്ങളാരും ക്യാമ്പിലേക്ക് പോകാനും ഉദ്ദേശിക്കണമൊന്നുമില്ല. മറ്റുള്ള സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ക്യാമ്പിലേക്ക് പോയി നമ്മളിവിടെ വരുമ്പോൾ നമ്മളെ കുടുംബങ്ങൾ ഉണ്ടാവില്ല. നേരെ ഇടിക്കുന്ന നമ്മളെ വീടുകളിലാണ് ഈ കംപ്ലീറ്റ് തിരമാല ഇടിക്കുന്നത്. മരിച്ചാലും നമ്മൾ ഇവിടെ കിടന്ന് തന്നെ മരിക്കുള്ളൂ. ഞങ്ങൾ ഇവിടെ ഈ ക്യാമ്പിൽ തന്നെ പോകാണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ശാശ്വതമായിട്ടൊരു പരിഹാരമുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ കടൽ ഭിത്തികൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ താൽക്കാലികമായ ഒരു പരിഹാരമായിട്ട് ഇവിടെ ജിയോ ബാഗുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ കൂടി അത് നിലനിൽക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി അവർ വച്ചുപുലർത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അടിയന്തരമായൊരു നടപടി തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. SS ശരണാണ് ചെല്ലാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒമാൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്ന വായു ചുഴലിക്കാറ്റിന്റെ വേഗം കുറഞ്ഞു. ഗുജറാത്ത് തീരത്ത് നിന്നും പാകിസ്ഥാൻ ഭാഗത്തേക്ക് നീങ്ങിയെങ്കിലും വീണ്ടും ദിശാമാറ്റം ഉണ്ടായതോടെയാണ് കാറ്റ് ഒമാനിലേക്ക് നീങ്ങിത്തുടങ്ങിയത്. വായുവിന്റെ പ്രഭാവത്തിൽ ഗുജറാത്തിന്റെ തീരമേഖലകളിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. മുന്നറിയിപ്പിനെ തുടർന്ന് അടച്ച ഗുജറാത്തിലെ വിമാനത്താവളങ്ങൾ ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഗുജറാത്ത് തീരത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കടൽക്ഷോഭത്തോടൊപ്പം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മാലിന്യ പ്രശ്നവും രൂക്ഷമാണ്. കടലിലേക്ക് തള്ളിയ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വലിയ തോതിലാണ് തീരപ്രദേശത്ത് വന്നടിയുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു.
കടലൊന്നിളകി മറിഞ്ഞപ്പോൾ തീരത്തടിഞ്ഞതാണ് ഇവയെല്ലാം. ഷാംപൂ കവറുകൾ മുതൽ ചെരുപ്പും ബാഗും വരെയുണ്ട് കൂട്ടത്തിൽ. മനുഷ്യർ അങ്ങോട്ട് തള്ളിയതെല്ലാം കടൽ തിരികെ തന്നു. പക്ഷേ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നതാവട്ടെ തീരങ്ങളിൽ താമസിക്കുന്നവരും. അവനക്ക് അവനൻ്റെ വേസ്റ്റ് ഒഴിവായാൽ മതി. അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിയാൽ അത് പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ കടൽ കൊണ്ട് തട്ടുന്നത്. അതാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെ ടൺ കണക്കിന് മാലിന്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തീരത്തടിഞ്ഞത്. ഓഖിയുടെ കാലത്തും സമാനമായ അനുഭവമുണ്ടായി. പരിസരവാസികൾ കടലിലേക്ക് തട്ടുന്ന സാധനം മുഴുവനും അതേമാതിരി കടലിൽ നമുക്ക് തിരിച്ചു തരികയാണ്. ആ കാണുന്ന വേസ്റ്റുകളാണ് ഈ കാണുന്ന സാധനങ്ങൾ ഫുള്ളായിട്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് സമയത്തും അതേ സംഭവം തന്നെ ഉണ്ടായത്. ഇതിനെക്കാട്ടി കുറച്ച് കൂടുതലല്ല കുറവില്ലേനു. കേരളത്തിൻ്റെ സമുദ്രതീരം മാലിന്യം നിറഞ്ഞതാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെയും വന്നിരുന്നു. സമുദ്രജീവികളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നതിനൊപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുണ്ടാക്കുന്നതാണ് ഈ മാലിന്യങ്ങൾ. കടലൊരു ചവറ്റുകൊട്ടയല്ലെന്ന പാഠമാണ് ഈ കാണുന്ന മാലിന്യ കൂമ്പാരം. പാഠം പഠിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ പുരസ്കാര വിഷയത്തിൽ നിലപാടിൽ ഉറച്ച സർക്കാർ. മതചിഹ്നങ്ങളെ അവഹേളിക്കുന്ന രീതിയോട് സർക്കാർ യോജിക്കുന്നില്ലെന്നും അവാർഡ് പുനഃപരിശോധിക്കാൻ ലളിതകലാ അക്കാദമിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി എ കെ ബാലൻ നിയമസഭയിൽ വ്യക്തമാക്കി. മതചിഹ്നങ്ങളെ അവഹേളിച്ചത് പ്രതിഷേധാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. വിവരങ്ങളുമായി സഭയിൽ നിന്നും ആർ കിരൺ ബാബു ചേർന്നു. മാധ്യമങ്ങളെ ഇപ്പോൾ ഇന്നലെ രാത്രിയിലെ അവർക്ക് ഒരു സ്ഥലത്തിൽ ഒരു ബസ്സിൽ കയറാൻ സമയത്ത് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്തിനാണോ ഇങ്ങനെ പോയി നമുക്ക് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ DCP ലോ ആൻഡ് ഓർഡർക്ക് നിർദ്ദേശം ഇന്നലെ കൊടുത്തു. അത് മാധ്യമത്തിൽ എന്നെ വന്നിട്ടുണ്ട്. അത് അവർക്ക് കണ്ടുപിടിച്ച ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഐ ആക്ച്വലി ഡു നോട്ട് നോ കംപ്ലീറ്റ്. ഓൺലി വെൻ ദിസ് person will be traced, we'll talk to him what really had happened, എന്താ സംഭവിച്ചിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ കുറേ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ടോ. പക്ഷേ ലെറ്റ് മീ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് when he is gone. I will talk to him personally. അതോ അങ്ങനെ ആക്ച്വലി ഇതുവരെ ദർ ഈസ് ഓൺലി ഒരു കൺജക്ചർ ആയിട്ട് നിൽക്കുകയാണോ. പക്ഷേ അദ്ദേഹം വന്ന ശേഷം അദ്ദേഹം തന്നെയാണോ പറയുമല്ലോ വൈ ഹി ഹാസ് ഗോൺ ഔട്ട്. അല്ലെ ഇല്ല നേരത്തെ അത് അപ്പുറം ഒരു സ്പെഷ്യൽ ടീം വച്ചിട്ടുണ്ടല്ലോ. DCP ലോ ആൻഡ് ഓർഡർ നോക്കുന്നുണ്ടോ അദ്ദേഹം. വിഷയത്തിനകത്ത് CI നവാസിനെ കാണാതായ വിഷയത്തിലുള്ള പ്രതികരണമാണ് DGP നടത്തിയത്. അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നാണ് DGP മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റു വാർത്തയിലേക്ക് തന്നെ കടക്കുന്നു. കാർട്ടൂൺ വിവാദത്തിൽ ഒരേ നിലപാടിൽ തന്നെ പ്രതിപക്ഷവും സർക്കാരും. നിയമസഭയിൽ നിന്ന് ആർ കിരൺ ബാബുവിലേക്ക്. കിരൺ, ഈ വിഷയത്തിനകത്ത് നേരത്തെ പറഞ്ഞ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ എന്ന് വ്യക്തമാവുകയാണോ? ഈ വിഷയത്തിനകത്ത് CPI സർക്കാരിന്റെ നിലപാടിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രതിപക്ഷവും സർക്കാരും ഒരേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത് നിയമസഭയിൽ നിന്ന്? ആർ കിരൺ ബാബു നിയമസഭയിൽ നിന്ന് ചേർന്നു. കിരൺ, കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷവും സർക്കാരും ഒരേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു കാർട്ടൂൺ വിവാദത്തിൽ എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് സഭയിൽ നിന്ന്? ഈ വിഷയത്തിനകത്ത് CPI സർക്കാർ നിലപാടിനെ വിമർശിച്ചതാണ്. പക്ഷേ മുൻ പറഞ്ഞ നിലപാടിൽ നിന്ന് മാറ്റമില്ല സർക്കാർ. മന്ത്രി എ കെ ബാലൻ അത് തന്നെയല്ലേ വ്യക്തമാകുന്നതും? അതേ നിലപാട് തന്നെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നു. അപർണ, അതുതന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാടും സർക്കാരിൻ്റെ നിലപാടും ഒന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതികരണം ഉന്നയിച്ചിരുന്നു. സിനിമാ അവാർഡിൽ ഇത്തരത്തിൽ മാറ്റം വരുത്തുമെന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. സ്വതന്ത്ര അധികാരമുള്ള സംവിധാനമാണ് ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമിയുടെ തീരുമാനം മന്ത്രി മാറ്റുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ആ പ്രതികരണത്തിന് ശേഷവും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് മതചിഹ്നങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാണ്, അത് മതവികാരം മൃണപ്പെടുത്തുന്നതാണ്, മതേതരത്വം മൃണപ്പെടുത്തുന്ന ഇത്തരം നടപടികളോട് യോജിപ്പില്ല
യോജിപ്പില്ല. അതുകൊണ്ട് ഇത് പുനഃപരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിനെ അപലപിച്ച പ്രതിപക്ഷ നിലപാടിനെ മന്ത്രി അംഗീകരിക്കുകയും ചെയ്തു. ആ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പറഞ്ഞു. എന്നാൽ CPI ഈ കാര്യത്തിൽ പ്രകടിപ്പിച്ച വ്യത്യസ്ത അഭിപ്രായത്തോട് സർക്കാർ ഏതെങ്കിലും തരത്തിൽ യോജിക്കുന്നില്ല എന്നുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിനുശേഷം മറ്റൊരു വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ CPI മന്ത്രി VS സുനിൽകുമാറിനോട് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ മറുപടി, കാനം പറഞ്ഞത് CPIയുടെ നിലപാടാണ്, ബാലൻ പറഞ്ഞത് സർക്കാരിന്റെ നിലപാടാണ്, അതിനപ്പുറം ഏതെങ്കിലും ഒരു മറുപടി പറയാൻ അദ്ദേഹവും തയ്യാറായില്ല. ആർ കിരൺ ബാബു വിശദാംശങ്ങൾ നൽകിയത്. കാർട്ടൂൺ വിവാദത്തിൽ ഒരേ നിലപാടിൽ തന്നെ സർക്കാരും അതേ നിലപാടിൽ തന്നെ പ്രതിപക്ഷവും. ഇടവേള. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ വലച്ച് ഹൌസ് സർജന്മാരുടെയും PG ഡോക്ടർമാരുടെയും ഏകദിന പണിമുടക്ക്. സ്റ്റൈപ്പൻഡ് കൂട്ടി നൽകണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സൂചനാ പണിമുടക്ക്. സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും PG ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലെ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിക്കപ്പെട്ടു. പക്ഷേ നമ്മുടെ സ്റ്റൈപ്പൻഡ് മാത്രം എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. അതുമൂലമാണ് നമ്മൾ ഇതുപോലൊരു സമരത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നത്. ഇതിന് മുൻപ് ഏപ്രിൽ 11 നമ്മളൊരു സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുമ്പ് മിനിസ്റ്ററുമായിട്ടും ഈ പറയുന്ന ബന്ധപ്പെട്ട അധികാരികളുമായി നടത്തിയ ചർച്ചയിൽ ഇലക്ഷന് ശേഷം നമ്മുടെ ആവശ്യം ജെന്വിനാണ്, എന്തായാലും പരിഗണിക്കാമെന്നുള്ള വാക്കാലുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിരുന്നു. ആ ഉറപ്പിന്മേലുള്ള വിശ്വാസമാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമരപ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങാൻ പ്രേരിപ്പിക്കാതിരുന്നത്. പക്ഷേ ഇനി ഞങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, അത്യാഹിതം ICU വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും OP വിഭാഗത്തിന് പണിമുടക്ക് ബാധിക്കാനുള്ള സാധ്യത തന്നെ ഉള്ളതുകൊണ്ട് ഏത് രീതിയിലാണ് ഇത് രോഗികളെ ബാധിച്ചിരിക്കുന്നത്? OP വിഭാഗത്തെയും വാർഡ് വിഭാഗത്തിലെയും ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരുമാണ് ഇപ്പോൾ അത് ബഹിഷ്കരിച്ചുകൊണ്ട് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഇത്തരത്തിൽ രോഗികളെ ബാധിക്കാതിരിക്കാനുള്ള ബദൽ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദം. കൂടുതൽ ഡോക്ടർമാരെ OPയിലും വാർഡിലും ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ടാണ് ഇതിനൊരു ബദൽ ക്രമീകരണങ്ങൾ ഇന്നത്തേക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇന്നൊരു ദിവസം മാത്രമേ പണിമുടക്കുള്ളൂ. പക്ഷേ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിച്ച് നൽകിയില്ല എങ്കിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് PG ഡോക്ടർമാരുടെയും ഹൗസ് സർജന്മാരുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂചനാ പണിമുടക്ക് അതിനെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. നിലവിൽ രോഗികളുടെ എണ്ണം സാധാരണ ദിവസങ്ങളെക്കാൾ ഇന്ന് കുറവാണ് എന്നാണ് OPയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് 1000-ൽ താഴെ രോഗികൾ മാത്രമേ രാവിലെ ഇതുവരെ OPയിൽ എത്തിയിട്ടുള്ളൂ. ഒരുപക്ഷെ ഈ സമരം കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രോഗികളുടെ എണ്ണം ഇന്ന് കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രോഗികളെ കൈകാര്യം ചെയ്യാവുന്ന ഡോക്ടർമാരെ, അവരുടെ പരിശോധിക്കാവുന്ന ഡോക്ടർമാരെല്ലാം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇവരുടെ പ്രധാന ആവശ്യം, കഴിഞ്ഞ 4 വർഷമായി ഇവരുടെ സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിച്ചിട്ടില്ല. ഏറ്റവും അവസാനം സ്റ്റൈപ്പൻഡ് വർദ്ധിപ്പിച്ചത് 2015-ലാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൂചനാ പണിമുടക്കിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അന്ന് സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ച് ഇവർ സമരം പിൻവലിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ജൂൺ മാസമായിട്ടും അതിനൊരു തീരുമാനമായില്ല. ആരോഗ്യവകുപ്പ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ധനവകുപ്പിലാണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലതാമസം കൂടി എടുക്കും. എന്നാൽ എത്രയാണ് കൃത്യം കാലതാമസം എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സൂചനാ പണിമുടക്കിലേക്ക് പോയത്. അനിശ്ചിതകാല പണിമുടക്ക് തീരുമാനമായില്ലെങ്കിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കാനാണ് തീരുമാനം. എന്തായാലും ഡോക്ടർമാർ 3500-ഓളം ഹൗസ് സർജന്മാരും PG ഡോക്ടർമാരും ഉള്ളത്. അവരെല്ലാവരും ഇത്തരത്തിൽ ആവശ്യ സർവീസുകൾ ഒഴികെ ബാക്കി എല്ലാവരും പുറത്ത് ഇതേ DME പല സ്ഥലങ്ങളിലും സമരം നടത്തുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് DME ഓഫീസിന്റെ മുന്നിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. 3500-ലേറെ PG ഡോക്ടർമാരാണ് സമരത്തിന് ഉള്ളത്. ഏകദിന പണിമുടക്കാണ്. ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നു. മറ്റു വാർത്തയിലേക്ക്. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനത്ത് ഇനിയും വൈദ്യുതി കിട്ടാതെ ഒരു ഗ്രാമം. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് ഇനിയും വികസന വെളിച്ചം തെളിയാത്തത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. വൈദ്യുത പ്രകാശമെത്താത്ത എറണാകുളം ജില്ലയിലെ ആദിവാസി ഊരുകൾ. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമാണ് കേരളമെന്ന് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്നു. എന്നാൽ ഈ വികസന മുന്നേറ്റത്തിൽ ഉൾപ്പെടാതെ കുറേ മനുഷ്യർ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിക്കുന്നു. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനത്ത് 1 or 2 വീടുകളിൽ വൈദ്യുതി എത്തിയിട്ടില്ല എന്നതല്ല വിഷയം. എറണാകുളം ജില്ലയിലെ വാരിയം, തേര, കുഞ്ചിപ്പാറ,
തലവച്ചുപാറ എന്നീ ആദിവാസി ഊരുകൾ ഉൾപ്പെടുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6-ാം വാർഡ് മുഴുവനായി ഇരുട്ടിലാണ്. ഞങ്ങൾക്ക് പാലമില്ല, കറണ്ടില്ല, ഓശ് വെള്ളം ചെറിയ സമയത്തേ കിട്ടുന്നുള്ളൂ. വൈദ്യുതി മന്ത്രി എം മണി പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ഇത് എന്തെങ്കിലും നമ്മൾ മേൽനോട്ടത്തിലേക്ക് ഒരു നടപടി, സർക്കാരുമായിട്ട് ഒരു നടപടി നമുക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 3 കോടി രൂപയുണ്ടെങ്കിൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്ന് വാർഡ് മെമ്പർ കാന്തി പറയുന്നു. നമ്മുടെ ഈ സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചിട്ട് ഈ നമ്മുടെ ഒരു വാർഡിൽ മാത്രം ഇതുവരെ ഒരു വീട്ടിൽ പോലും ഒരു വെട്ടം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. രാത്രിയിൽ പാമ്പും പഴുതാരയും തേളുമൊക്കെ വഴിയോരവും വീടും കൈയടക്കും. വന്യമൃഗങ്ങളുടെ ശല്യവും കൂടുതലാണ്. ഓരോ രാത്രിയും ഭയത്തോടുകൂടിയാണ് പ്രദേശവാസികൾ ഉറങ്ങുന്നത്. ആനശല്യമുണ്ട്, പാമ്പിൻ്റെ ശല്യം, വെട്ടമില്ല, രാത്രി പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണ്. കുഞ്ചിപ്പാറയിലെ ആദിവാസി ഊരിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. കോഴിക്കോട് ചേവായൂരിൽ മോഷണം. വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറി 40 പവൻ സ്വർണം കവർന്നു. വേങ്ങേരി മരങ്ങാട്ടുപറമ്പിൽ ശശിധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, എന്ത് പ്രാഥമിക വിവരമാണ് പോലീസ് നൽകുന്നത്? എന്താണ് നിഗമനം പോലീസിന്റെ? അപർണ, ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നതായി പോലീസ് സംശയിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടുകൂടി കുടുംബം മകളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് യാത്ര തിരിച്ചിരുന്നു. അന്ന് രാത്രി മോഷണം നടന്നതായാണ് അറിയുന്നത്. ഇന്നലെ രാത്രി കുടുംബം തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. വീടിന്റെ പിറകുവശത്ത് അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിൽ നിന്ന് സൂക്ഷിച്ച ഈ പണമാണ് മോഷ്ടിച്ചിരിക്കുന്നത്. 40 പണവും സ്വർണവുമാണ് മോഷ്ടിച്ചത്. 42 പവൻ സ്വർണവും 12,000 രൂപയും നഷ്ടപ്പെട്ടതായാണ് ഈ ശശിധരൻ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ചേവായൂർ പോലീസ് സ്ഥലത്തെത്തി, വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. അറിയാൻ കഴിഞ്ഞത് അന്നേ ദിവസം തന്നെ തൊട്ടടുത്തുള്ള ചില വീടുകളിലും മോഷണ ശ്രമം നടന്നിരുന്നു. വീട്ടിലുള്ളവർ മോഷ്ടാവിനെ കണ്ടതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ മോഷ്ടാവ് തന്നെയാണ് ഈ ശശിധരന്റെ വീട്ടിലും കയറിയിട്ടുള്ളത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഏതായാലും ചേവായൂർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. യുപിയിലെ ഖോറഗ്പൂർ സംഭവത്തിന്റെ നടുക്കം മാറും മുൻപേ ബീഹാറിലെ മുസഫർപൂരിലും കൂട്ടശിശുമരണം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 10 വയസ്സിൽ താഴെയുള്ള 54 കുട്ടികളാണ് വേണ്ടത്ര ചികിത്സ കിട്ടാതെ മരിച്ചത്. മസ്തിഷ്ക വീക്കത്തിന്റെ ലക്ഷണങ്ങളോടെയായിരുന്നു കുട്ടികളുടെ മരണം. എന്നാൽ എന്താണ് കാരണമെന്ന് വിശദീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ബീഹാറിൽ മസ്തിഷ്ക വീക്കം പടർന്നു പിടിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. 54 കുട്ടികളാണ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മുസഫർപൂരിലെ 2 സ്വകാര്യ ആശുപത്രികളിൽ മാത്രമായി മരിച്ചത്. ഇപ്പോഴും ചികിത്സയിലുള്ള 172 കുട്ടികളിൽ 13 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള കുട്ടികളാണ് വേണ്ടത്ര ചികിത്സ ലഭ്യമാകാതെ മരിച്ചത്. ഗ്രാമീണ മേഖലകളിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തതും സർക്കാർ തലത്തിൽ ആശുപത്രികളുടെ ശോച്യാവസ്ഥയുമാണ് സ്ഥിതി വഷളാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. बोले ना तो वो बच्चा के लग रहा था, वो बच्चा का रुकिए ना, एक ने देखेंगे हमको बच्चा के नहीं डॉक्टर देखा हाल दे। क्या कीजिए, ऐसा क्या होगा बताइए आप लोग। सरकार कहता है कि मोदी के इतना सुविधा मेडिकल में असल कोई सुविधा नहीं है. കടുത്ത പനിയും വിറയലും ഉൾപ്പെടെ മസ്തിഷ്ക വീക്ക ലക്ഷണങ്ങളാണ് കുട്ടികളിലുള്ളത്. എന്നാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് മൂലമുള്ള ഹൈപ്പോഗ്ലൈസിമിയാണ് കാരണമെന്നാണ് സർക്കാർ വാദം. സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കാതിരിക്കാനാണ് ഇങ്ങനെയുള്ള പ്രചാരണമെന്നും ആരോപണമുണ്ട്. അസുഖബാധിതരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. സ്ഥിതി വഷളായതോടെ ബീഹാറിൽ കേന്ദ്ര സംഘവും എത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള BJP ഭാരവാഹികളുടെ യോഗം ഡൽഹിയിൽ ഇന്ന് സമാപിക്കും. സംഘടനാ സെക്രട്ടറിമാരുടെ യോഗമാണ് ഇന്ന് നടക്കുന്നത്. സംസ്ഥാന അധ്യക്ഷന്മാരുടെയും സംസ്ഥാന ചുമതലയുള്ള പ്രഭാരിമാരുടെയും യോഗം ഇന്നലെ നടന്നിരുന്നു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്?
അപർണ, ഇന്ന് സംഘടനാ സെക്രട്ടറിമാരുടെ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയായിരുന്നു വിവിധ സംസ്ഥാന അധ്യക്ഷന്മാരുടെയും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിയിട്ടുള്ള പ്രഭാരിമാരുടെയും യോഗം നടന്നത്. ഇന്ന് പ്രധാനമായും BJP-യിൽ ഇനി 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അംഗത്വ വിതരണം, ബൂത്ത് മണ്ഡല തലത്തിലുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കൽ, അതോടൊപ്പം തന്നെ സംഘടനാ ചുമതലയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇപ്പോഴും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ യോഗത്തിൽ പ്രധാനപ്പെട്ട കാര്യമായി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എടുത്തു പറഞ്ഞത് ഇനിയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം BJP-ക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. അതിന് ഉതകുന്ന തരത്തിലുള്ള സംഘടനാ ഭാരവാഹികളെ ആയിരിക്കണം താഴെ തട്ട് മുതൽ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു. ഇന്ന് RSSന്റെ നിർദ്ദേശപ്രകാരമുള്ള സംഘടനാ സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഏത് നിലയിലാണ് ഇനി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം BJP-യുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടത്, ആ നിലയിലുള്ള സംഘടനാ ഭാരവാഹിത്വ തെരഞ്ഞെടുപ്പുകൾ ഏത് നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സംഘടനാ സെക്രട്ടറിമാർ യോഗത്തിൽ വയ്ക്കും. ഒപ്പം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 6 മാസത്തിനകം നടക്കാനുണ്ട്. ആ കാലയളവിൽ അധ്യക്ഷ സ്ഥാനത്ത് അമിത്ഷാ തുടരുവാനാണ് സാധ്യത. വർക്കിംഗ് പ്രസിഡന്റിനെ അടക്കം സഹായിയായി നൽകിക്കൊണ്ട് JP നദ്ദയ്ക്ക് തന്നെയാണ് അവിടെ പരിഗണന കൂടുതൽ. സംഘടനാ ചുമതലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിന് വർക്കിംഗ് പ്രസിഡന്റിനെ അടക്കം നിയമിക്കുന്നതിലേക്ക് ഒരുപക്ഷെ എത്തിയേക്കും. അത്തരത്തിൽ സംഘടനാ നടപടികൾ ഒരു ഭാഗത്ത് മുന്നോട്ട് കൊണ്ടുപോവുക, 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിജയകരമായി നേരിടുക, ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച MLA-മാരുടെ ഒഴിവുകൾ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ഈ സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം കഴിയുന്നത്ര വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ട അടിത്തറ ഒരുക്കുക എന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. അപർണ. KP അഭിലാഷ് വിശദാംശങ്ങൾ. വഴി നടക്കാൻ സമരം ചെയ്തതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതികളെ പിടികൂടാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും. തിരുനെൽവേലിയിലാണ് ജാതിവെറിയുടെ പേരിൽ ഡിവൈഎഫ്ഐ നേതാവ് അശോകിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു ഡിവൈഎഫ്ഐ തിരുനെൽവേലി ജില്ലാ ട്രഷറർ അശോകിനെ റെയിൽവേ ട്രാക്കിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അശോകിനെ തേവർ സമുദായത്തിൽപ്പെട്ട ആളുകൾ വെട്ടിയും കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. തച്ചനല്ലൂർ ഗ്രാമത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശത്തിനായി അശോകിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതാണ് തേവർ സമുദായത്തെ പ്രകോപിപ്പിച്ചത്. ജാതിയുടെ പേരിലെ ആക്രമണം ഇവിടെ പതിവ് സംഭവമാണെന്നും അശോകിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നുമാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. படுகொலைகள் என்பது தொடர்ந்து நடந்து கொண்டே இருக்கிறது. கூலிப்படைகளது நடவடிக்கைகள் என்பது அதிகரித்து கொண்டே இருக்குங்கிறது என்னுடைய அடையாளம் தான் இந்த படுகொலை. மாநில அரசாங்கம், காவல்துறை, சட்டம் ஒழுங்கு சீர்குலைந்து கிடக்கிறது என்பதற்கான அடையாளம் இந்த சம்பவம். കൊലപാതകത്തിൽ ഒരാളെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാനായത്. മുഴുവൻ പ്രതികളെയും പിടികൂടാതെ മൃതദേഹം ഏറ്റുവാങ്ങേണ്ടെന്ന നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും. നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി മധുര തിരുനെൽവേലി ദേശീയപാത ഉപരോധിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടിയുണ്ടായില്ലെങ്കിൽ വൻ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ഡിവൈഎഫ്ഐ തീരുമാനം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. തൃണമൂൽ BJP സംഘർഷങ്ങൾക്കിടെ ബംഗാളിൽ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. 4 മണിക്കൂറിനുള്ളിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭീഷണി തള്ളിയാണ് ഡോക്ടർമാർ സമരം തുടരുന്നത്. ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് എയിംസിലെ ഡോക്ടർമാരും പണിമുടക്കും. രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ആഹ്വാനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡോക്ടർമാർ പ്രതിഷേധത്തിൽ പങ്കാളികളാണെന്നും IMA നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ ഈ സമരത്തിന് പിന്നിൽ BJP ആണെന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ. ഭീകരത അവസാനിപ്പിക്കാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രതികരണം. ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദിയും ഇമ്രാൻഖാനും തമ്മിൽ കണ്ടെങ്കിലും പരസ്പരം സംസാരിച്ചില്ല. കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യ പാക് പ്രശ്നങ്ങൾ ചർച്ചയായത്. ഭീകരത ദേശീയ നയമാക്കിയ പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിന് ഇന്ത്യ ശ്രമിച്ചുവെങ്കിലും പാകിസ്ഥാൻ അത് അട്ടിമറിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും മോദി പറഞ്ഞു. ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ചർച്ചയ്ക്കും പ്രശ്നപരിഹാരത്തിനും അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്കും തയ്യാറാണെന്ന് ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചത്.
സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ഇമ്രാൻഖാൻ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഉച്ചകോടിക്കിടെ കിർഗിസ്ഥാൻ പ്രസിഡന്റിന് നൽകിയ വിരുന്നിൽ മോദിയും ഇമ്രാൻഖാനും പങ്കെടുത്തെങ്കിലും ഇരുവരും പരസ്പരം സംസാരിച്ചില്ല. ഉച്ചകോടിക്കിടെ മോദിയും ഇമ്രാൻഖാനും ഒന്നിലധികം വേദികളിൽ കണ്ടുമുട്ടുമെങ്കിലും ചർച്ചകളൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെയുള്ള യാത്ര ഒഴിവാക്കിയാണ് മോദി ബിഷ്കെക്കിൽ എത്തിയത്. മോദിക്ക് പറക്കാൻ പ്രത്യേക അനുമതി നൽകാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചെങ്കിലും ഒമാൻ വഴി പോകാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. COT നസീർ വധശ്രമ കേസിൽ 3 പ്രതികൾ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. വി ജിതേഷ്, M വിപിൻ, C മിഥുൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തലശ്ശേരി സെഷൻസ് കോടതി തള്ളിയത്. വധശ്രമ കേസിൽ കണ്ണൂർ പൊട്ടിയം സ്വദേശി സന്തോഷ് മുഖ്യപ്രതിയാണെന്ന് പോലീസ് പറയുന്നു. CPM നേതാക്കളെ സന്തോഷ് വിളിച്ചതിന് തെളിവ് ലഭിച്ചു. CPM പ്രവർത്തകനാണ് സന്തോഷ് എന്ന് COT നസീർ പറഞ്ഞു. കോടതിയോ അല്ലെങ്കിൽ തലശ്ശേരിയിലെ പരിപാടികളിൽ പാർട്ടി പരിപാടികൾ കാണാമെന്നല്ല, നേരിട്ടുള്ള വേറൊരു പരിചയം. സന്തോഷിനെ സംബന്ധിച്ചിട്ട് കുറച്ച് ക്രിമിനൽ കേസസ് ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും മുൻഗണന കൊടുക്കുന്നുള്ള ഒരാളാണ്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേർന്നു. മനു, സന്തോഷിന് നേരിട്ട് പാർട്ടിയുമായി ബന്ധമുണ്ട്, പാർട്ടി പ്രവർത്തകനാണ് എന്നാണോ COT നസീർ പറയുന്നത്? മാത്രമല്ല CPM നേതാക്കളുമായി സന്തോഷ് ഫോൺ വിളിച്ചതിന്റെ വിശദാംശങ്ങളും എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? അപർണ, ഈ സന്തോഷാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിൻ്റെ ആസൂത്രകൻ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സന്തോഷാണ് ഈ മറ്റ് 6 പേരടങ്ങുന്ന സംഘത്തിന് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. 3 പേരടങ്ങുന്ന സംഘം ആദ്യം എത്തി COT നസീറിനെ ആക്രമിക്കുകയായിരുന്നു. മറ്റു സംഘം പുറകിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഈ ആദ്യ സംഘം ആക്രമിക്കുന്ന സമയത്ത് തന്നെ ഈ COT നസീറിന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് പെട്ടെന്ന് ബഹളം വയ്ക്കുകയും ഓടിച്ചെന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായാണ് ഈ ആക്രമണം പൂർത്തീകരിക്കാൻ കഴിയാതെ ആദ്യ സംഘം മടങ്ങുന്നത്. ഒരു ക്രിമിനൽ സ്വഭാവ രീതി തന്നെ. ആദ്യം കാലാക്രമിക്കുക, പിന്നീട് ഓടാൻ കഴിയാത്ത ആളെ പിന്നീട് മാരകമായി കൊലപ്പെടുത്തുക എന്ന രീതിയാണ് പൊതുവെ ഈ ആക്രമണങ്ങളിൽ നമ്മൾ കാണുന്നത്. സമാനമായ ആക്രമണം തന്നെയാണ് COT നസീറിനെതിരെയും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാന കാര്യം, സന്തോഷിനെ തനിക്ക് വ്യക്തമായി അറിയാമെന്ന് COT നസീർ പറയുന്നു. എന്ന് വെച്ചാൽ അടുത്ത പരിചയമില്ല, പക്ഷേ ഇങ്ങനെ പാർട്ടി പരിപാടികളിൽ കണ്ടിട്ടുണ്ട്. ഈ പൊട്ടി സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷ് പൊതുവെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നും COT നസീർ പറയുന്നു. ഇത് തലശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ മുൻ ഓഫീസ് സെക്രട്ടറി ഇദ്ദേഹവുമായി ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. 12 തവണ വിളിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ 12 തവണ ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷംഷീറിലേക്ക് ഈ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയാണെങ്കിൽ എത്തും എന്നും COT നസീർ തറപ്പിച്ച് പറയുന്നു. കാരണം ഈ ഓഫീസ് സെക്രട്ടറി മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഈ രാജേഷ് ഷംഷീറുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്നയാളാണ്. ബാങ്ക് ജോലിക്ക് ഒപ്പം തന്നെ MLAയുടെ ഡ്രൈവറായി കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. അത്തരത്തിൽ ഇതിൻ്റെ ഈ കാര്യങ്ങൾ MLAയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ എന്ന നിലയിൽ ഇതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഇത് ഷംഷീറിലേക്ക് തന്നെ എത്തും എന്നാണ് COT നസീർ പറയുന്നത്. അതേസമയം പോലീസ് സന്തോഷിനെ പിടികൂടാനുള്ളൊരു ശ്രമത്തിലാണ്. എല്ലാ ദിശയിൽ നിന്നും സമ്മർദ്ദം വരുന്നതോടുകൂടി പോലീസും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. കാരണം തുടരെ ഈ വിഷയം കോടതിയിൽ വരുന്നു. മാത്രമല്ല COT നസീർ അടുത്ത് തന്നെ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കാൻ തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദത്തിലായ പോലീസ് സന്തോഷിനെ വലയിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ന് കർണാടകയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തും. റോഷന്റെ താമസ സ്ഥലം കർണാടകയിൽ ബാംഗ്ലൂരിലുണ്ട്. അവിടെ നിന്ന് ചില തെളിവുകൾ പിടിച്ചെടുക്കാനുണ്ട് എന്ന് പോലീസ് നമ്മളോട് പറയുന്നു. ഒപ്പം തന്നെ ഈ ഒസൂരിൽ ആണ് സന്തോഷ് എന്നതിനെ സംബന്ധിച്ച് ചെറിയ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തും ഇവർ പരിശോധന നടത്തും. ഏതായാലും സമ്മർദ്ദം ഫലം കണ്ടു എന്നും പോലീസ് ചെറിയ തോതിലെങ്കിലും അന്വേഷണം വേഗത്തിലാക്കി എന്നുമാണ് ഇപ്പോൾ COT നസീർ പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് താൻ തൃപ്തനല്ല. ഇതിൻ്റെ ഗൂഢാലോചനയുടെ പുറകിലുള്ള യഥാർത്ഥ കണ്ണികൾ പുറത്തു വരണം, അതാണ് തൻ്റെ ആഗ്രഹം എന്നും COT നസീർ വ്യക്തമാക്കുന്നു. വധശ്രമ കേസിന്റെ സൂത്രധാരൻ സന്തോഷ് CPM പാർട്ടി ക്രിമിനലാണെന്ന് COT നസീറിന്റെ ആരോപണം. വിശദാംശങ്ങളാണ് മനു ഭരത് നൽകിയത്.
കേരള കോൺഗ്രസിൽ പുതിയ സമവായ നിർദ്ദേശവുമായി പി.ജെ. ജോസഫ് വിഭാഗം. സി.എഫ്. തോമസിനെ ചെയർമാനും ജോസ് കെ മാണിയെ ഡെപ്യൂട്ടി ചെയർമാനുമാക്കുന്നതാണ് ഒത്തുതീർപ്പ് ഫോർമുല. പി.ജെ. ജോസഫ് പാർലമെന്ററി പാർട്ടി നേതാവും വർക്കിംഗ് ചെയർമാനുമാകും. വിവരങ്ങളുമായി ആർ. കിരൺ ബാബു ചേരുന്നു. കിരൺ, നേരത്തെ തന്നെ ജോസഫ് വിഭാഗം പല രീതിയിലുള്ള ഫോർമുലകൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ജോസ് കെ മാണിക്ക് ഡെപ്യൂട്ടി ചെയർമാൻ പദവി കൂടി ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണോ ഈ ഫോർമുലയുടെ പ്രത്യേകത? അതിന് ജോസ് കെ മാണി വിഭാഗം ഏത് രീതിയിലുള്ള പ്രതികരണമായിരിക്കും നടത്താൻ സാധ്യത? അപർണ, പി.ജെ. ജോസഫ് വിഭാഗം മറ്റൊരു പുതിയ സമവായ നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ജോസ് കെ മാണിക്ക് പകരം പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സി.എഫ്. തോമസ് വന്നാൽ അംഗീകരിക്കാം എന്നുള്ളതാണ് നിലപാട്. അത് എമ്മിന് തന്നെയാണ്, പഴയ മാണി വിഭാഗത്തിന് തന്നെ ചെയർമാൻ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ അത് സി.എഫ്. തോമസ് വരണം. പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനത്തും വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്തും പി.ജെ. ജോസഫ് തുടരും. ജോസ് കെ മാണി ഡെപ്യൂട്ടി ചെയർമാൻ ആവട്ടെ എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ വൈസ് ചെയർമാനാണ്, വൈസ് ചെയർമാൻ്റെ മുകളിലാണ് ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനം. അതുകൊണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ ആവട്ടെ എന്നുള്ള നിർദ്ദേശം വെക്കുന്നത്. എന്നാൽ മാണി വിഭാഗം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ വഴിയില്ല. നേരത്തെ തന്നെ അവർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം മാണി വിഭാഗത്തിന് തന്നെയാണ്. മാണി വിഭാഗത്തിൽ നിന്ന് ആര് ചെയർമാനാകണം എന്ന് തീരുമാനിക്കേണ്ടത് മാണി വിഭാഗമാണ്. അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ നിർദ്ദേശം വെക്കാനോ ജോസഫ് വിഭാഗത്തിന് അവർ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഈ വളരെ ലളിതമായി പറഞ്ഞാൽ ജോസ് കെ മാണി അല്ലാതെ മറ്റൊരാളെ ചെയർമാനായി കൊണ്ട് അംഗീകരിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നവർ പഴയ മാണി വിഭാഗത്തിലെ ചില മുതിർന്ന നേതാക്കളുടെ ജോയി എബ്രഹാം അടക്കമുള്ള സി.എഫ്. തോമസ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഇപ്പോൾ പി.ജെ. ജോസഫ് വിഭാഗത്തിലുണ്ട്. അവർ ഈ പാർട്ടിക്ക് ഒരു ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെക്കണം എന്നാണ് പ്രധാനമായും പറയുന്നത്. ഈ ഒത്തുതീർപ്പ് ഫോർമുലയെല്ലാം അടിസ്ഥാനം ജോസ് കെ മാണിക്ക് പകരം സി.എഫ്. തോമസ് ചെയർമാൻ ആവുക എന്നുള്ളതാണ്. അപ്പോൾ മാണി വിഭാഗത്തിന്റെ പക്ഷത്ത് തന്നെ ചെയർമാൻ സ്ഥാനം നിലനിൽക്കുന്നു. അതിന് ജോസ് കെ മാണി വരുന്നില്ല, അതിന് പകരം സി.എഫ്. തോമസ് വരുന്നു. എന്നാൽ ജോസ് കെ മാണി അനുകൂലിക്കുന്ന മാണി വിഭാഗത്തിലെ 40% നേതാക്കളും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ്. അതുകൊണ്ട് ഈ സമവായ നിർദ്ദേശം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങും എന്ന് നമുക്ക് കരുതാനുമാവില്ല. കോട്ടയം നാടുകാണി മലയിലെ പാറ ഖനനത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. ഉരുൾപൊട്ടൽ ഭീഷണിയും പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ ഖനനം തുടങ്ങിയതാണ് പ്രതിഷേധത്തിന് കാരണം. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ അനധികൃതമായ ഉത്തരവുകൾ നേടിയാണ് ഖനനം എന്നതാണ് ആക്ഷേപം. 200 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന നാടുകാണി മലയിൽ നിലവിൽ ഒരു ക്വാറിക്കാണ് പ്രവർത്തനാനുമതി ഉള്ളത്. മലയുടെ വിവിധ ഭാഗങ്ങൾ ക്വാറി മാഫിയ ഇതിനകം സ്വന്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാരെത്തിയത്. CR നീലകണ്ഠൻ അടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകർ പ്രദേശവാസികളുടെ സമരത്തിന് പിന്തുണയുമായി എത്തി. ഡാമുകളടക്കം സമീപത്തുണ്ടെന്നിരിക്കെ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയത് സംശയാസ്പദമാണെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ തൊട്ടടുത്താണ്, വളരെ ഏരിയൽ ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞ ദൂരത്തിലാണ് മൂലമറ്റം പവർ സ്റ്റേഷനും മലങ്കര ഡാമും ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ നിയമലംഘനവും വിനാശവും സാധ്യതകളും ദുരന്ത സാധ്യതകളും അന്വേഷിച്ച് കൃത്യമായി ഒരു പഠനം നടത്തി അത് തുറന്നു കാട്ടിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടിയിരുന്നു. തൊട്ടടുത്ത പഞ്ചായത്തായ മേലുകാവ് പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണ്. അതേസമയം നിയമപരമായ മുഴുവൻ അനുമതിയും നേടിയാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് ഉടമകൾ വ്യക്തമാക്കി. ന്യൂസ് 18 കോട്ടയം. പഠന വൈകല്യമുള്ള കുട്ടിയെ 7ാം ക്ലാസ്സിൽ ചേർക്കുന്നതിനായി പ്രവേശന പരീക്ഷ എഴുതിച്ചതായി പരാതി. കോഴിക്കോട് ജില്ലയിലെ സൗത്ത് കൊടിയത്തൂർ AUP സ്കൂളിനെതിരെയാണ് രക്ഷിതാവിന്റെ പരാതി. കൂളിമാട് സ്വദേശിയായ KSEB സബ് എഞ്ചിനീയറുടെ മകനെ പ്രവേശന പരീക്ഷ എഴുതിപ്പിച്ചതായാണ് പരാതി. പഠന വൈകല്യമുള്ള കുട്ടിയെ 7ാം ക്ലാസ്സിൽ ചേർക്കുന്നതിനായി കൊണ്ടുവന്നപ്പോഴായിരുന്നു സംഭവം. സൗത്ത് കൊടിയത്തൂർ AUP സ്കൂളിനെതിരെയാണ് രക്ഷിതാവിന്റെ പരാതി. കുടുംബം കൂളിമാട് ഭാഗത്തേക്ക് താമസം മാറിയ സാഹചര്യത്തിലാണ് നിലവിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുമായി സ്കൂളിലെത്തിയത്. പ്രവേശന പരീക്ഷ എഴുതിപ്പിച്ച അധ്യാപകൻ മോശമായി പെരുമാറിയെന്ന് കാണിച്ച് രക്ഷിതാവ് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് പരാതി നൽകി. ന്യൂസ് പേപ്പർ പ്രിന്റ് എടുത്തിട്ട് അത് വായിക്കാൻ പറഞ്ഞു. അവരോട് മലയാളത്തിൽ വായിക്കാൻ പറഞ്ഞു. അവനത് വായിച്ചു. വായിപ്പിച്ച അധ്യാപകൻ വീണ്ടും ചെന്ന് പറഞ്ഞ പ്രകാരം മുജീബ് മറ്റേ അധ്യാപകനോട് ഒരു ഓഫീസിൽ പോയി ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് ആ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗ് അടങ്ങുന്ന ഒരു പേപ്പർ എടുത്ത് ഇവനെ ഒറ്റയ്ക്കിരുത്തി ഒരു പരീക്ഷ നടത്തുകയാണ് ഉണ്ടായത്. രക്ഷിതാവിന്റെ പരാതി ശരിയല്ലെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. രക്ഷിതാവ് വന്നത് മകനെ ചേർക്കാനല്ലെന്നും തുടർ പഠനം സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ മുക്കം AEയോടെ അന്വേഷണ റിപ്പോർട്ട് കോഴിക്കോട് DDEക്ക് ഉടൻ കൈമാറും. ന്യൂസ് 18 കോഴിക്കോട്.